കവായ് തീമിൽ വരുന്നൊരു ക്യൂട്ടായിട്ടുള്ള മിനി ഡെസ്ക് ഓർഗനൈസർ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് 15 സെൻറ്റിമീറ്റേഴ്സിൻ്റെ 3 സ്ക്വയർ A4 ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ തോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടക്കില്ലേ, അതുപോലെ മേലെയും താഴെയും മടക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ പകുതിയായിട്ട് ഒരു സൈഡിൽ മടക്കുക, പിന്നെ അത് നിവർത്തിയതിന് ശേഷം വേറെ സൈഡിലും അതുപോലെ മടക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് ഈ മേലത്തെയും താഴത്തെയും മാത്രം മടക്ക് നിവർത്തിയതിന് ശേഷം എന്നിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ 2 സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് അകത്തേക്ക് മടക്കി കൊടുക്കുക. അപ്പുറത്തെ സൈഡിലും അതേപോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിന്റെ പരുവത്തിൽ കിട്ടും. എന്നിട്ട് അകത്ത് പൊങ്ങി നിൽക്കുന്ന ഒരു പോർഷൻ മാത്രം ഫെവിക്കോൾ ഇട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 3 എണ്ണം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈർക്കൽ അല്ലെങ്കിൽ അതുപോലെ തിന്നായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് പേപ്പർ ഇതുപോലെ ചുരുട്ടി കൊടുക്കുക. ഞാൻ ഇവിടെ പെയിന്റിംഗ് ബ്രഷ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് കുഞ്ഞ് പേപ്പർ ബ്രഷ് എടുത്തിട്ട് ഈ വലിയ സ്ട്രോയിനകത്ത് കൂടെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് 3 റോൾസ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോക്സിന്റെ ഹൈറ്റിന്റെ അളവിന് ഓരോ റോൾസും കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചത് ഉണങ്ങുന്നവരെ എനിക്ക് ക്ഷമയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെയിന്റ് അടിച്ചു കൊടുത്തു. പിന്നെയാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത്, നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സ്ട്രോയിനകത്തേക്ക് മറ്റേ റോള് കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വലിയ റോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടെ തിന്നായിട്ട് ചുരുട്ടാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെ ചുരുട്ടി ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആദ്യമേ ഒരു സ്ട്രോ എടുത്താൽ മതിയായിരുന്നു. ആ ബുദ്ധി എനിക്ക് അപ്പോൾ ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് അടിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു കവായ് സ്റ്റിക്കർ എടുത്തിട്ട് ഒരു കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ആ സ്ട്രോയിൻ്റെ മേലത്തെ പാർട്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അലങ്കോലപ്പണികൾ ഞാൻ കവായ് സ്റ്റിക്കേഴ്സ് വെച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓർഗനൈസ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.